ഹലോ ഗൈസ്, അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എവിടെ പോകാൻ ഇറങ്ങി നിൽക്കുന്നതെന്ന്. അപ്പോൾ ചേട്ടൻ പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞു സിനിമ കാണാൻ പോകുന്നു. അങ്ങനെ നമ്മൾ ഗെറ്റ് സെറ്റ് ബേബി കാണാൻ പോവുകയാണ്. പാവം ശ്രേയനെ കൊണ്ടുവന്നിട്ട് അപ്പോൾ നമുക്ക് സിനിമ എങ്ങനെയാണെന്നുള്ളത് കണ്ടിട്ട് വേഗം വരാം, പോവാം. അപ്പോൾ അത്താൻ ഇവിടെ ഷൂ ഒക്കെ ഇട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. എനിക്കൊരു അനുസരണ ഇല്ല കേട്ടോ. പുള്ളി കുറേ നേരം ഗേറ്റ് തുറക്കാൻ പറഞ്ഞിട്ട് ഞാൻ എന്നിട്ട് ക്യാമറയും വെച്ച് കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് 2 വഴക്ക് കൊടുത്തപ്പോൾ ഞാൻ ഗേറ്റൊക്കെ തുറന്നു. അപ്പോൾ നമ്മൾ ശ്രേയടുത്ത് ടാറ്റയൊക്കെ പറഞ്ഞു നമ്മൾ ഇറങ്ങി. ഇപ്പോൾ ട്രിവാൻഡ്രം മോൾ ഓഫ് ട്രാവൻകൂറിലാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തേക്കുന്നത്. 4:40 ഷോ. ഒന്നാമത്തെ കാര്യം പുള്ളി കൊല്ലംകാരനെ, പുള്ളിക്ക് ഇവിടുത്തെ വഴിയൊന്നും അറിയത്തില്ല. ഞാൻ വീട്ടിൻ്റെ വെളിയിൽ ഇറങ്ങാത്തോട്ട് എനിക്ക് വഴിയൊന്നും അറിയത്തില്ല. ഇവിടെ വന്നിട്ട് പുള്ളി എന്നോട് വഴി ചോദിക്കുക. ഞാനാണെങ്കിൽ മാപ്പ് ഇട്ടിട്ട് അതും തെറ്റിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ട് ലാസ്റ്റ് പുള്ളി പറയുക മാപ്പൊന്നും വേണ്ട, ഞാൻ തന്നെ മാപ്പ് നോക്കി ഞാൻ തന്നെ വഴി കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞ് പുള്ളി തന്നെ എത്തിക്കുക വഴി കണ്ടുപിടിച്ച് നമ്മൾ ലാസ്റ്റ് വഴി കണ്ടുപിടിച്ചു ഗൈസ്. അങ്ങനെ നമ്മൾ 4:37 നമ്മൾ അവിടെ എത്തിയപ്പോൾ എന്നിട്ട് നമ്മൾ വേഗം വണ്ടി പാർക്ക് ചെയ്തു. എന്നിട്ട് പാർക്ക് ചെയ്ത സ്ഥലം മറന്നു പോകാതിരിക്കാൻ വേണ്ടി അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചു. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഗൈസ് എന്ന കമൻറ്റ് ആണേ. അങ്ങനെ പുള്ളി ചോദിക്കുന്നുണ്ടായിരുന്നു എന്താടി എൻ്റെ ഡ്രസ്സ് അതുപോലെ കോപ്പി അടിച്ചിട്ടേക്കുവാണല്ലോ എന്ന്. അങ്ങനെ നമ്മൾ വേഗം ലിഫ്റ്റിൽ കയറി 2nd ഫ്ലോറിലായിരുന്നു. നമ്മൾ കൈയും പിടിച്ച് പോകുന്നുണ്ടായിരുന്നു. ആ സന്തോഷത്തിൻ്റെ പാട്ടാണ് നിങ്ങളിപ്പോൾ കേട്ടത്. വീഡിയോ എടുത്ത് വന്ന് പുറകെ ആയിപ്പോയപ്പോൾ അത്താനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പിടിച്ച് ചേർത്ത് നിർത്തിയപ്പോൾ ഭയങ്കര ബട്ടർഫ്ലൈ പറ്റായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അകത്ത് കയറി കുഞ്ഞുനാൾ മുതൽ തിയേറ്ററിൻ്റെ അകത്ത് കയറുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. അങ്ങനെ സിനിമ തുടങ്ങിയ ഐ ആം സൂപ്പർ എക്സൈറ്റഡ്. മാകയ്ക്ക് ശേഷം പുള്ളി അഭിനയിക്കുന്ന ഒരു ഫാമിലി മൂവിയാണ്. ഭയങ്കര സന്തോഷമായിരുന്നു കാണാൻ. പിന്നെ ഡോക്ടർ അർജുൻ. അപ്പോൾ ഇൻ്റർവൽ ആയി ഗൈസ്. ഫസ്റ്റ് ഹാഫ് നല്ല രസമായിരുന്നു. അത് കഴിഞ്ഞായിരുന്നു കുട്ടിമാമ, ഞങ്ങൾ ഞെട്ടിമാമ എന്ന് പറയുന്ന പോലെ അവിടെ ഒരു വെള്ളത്തിന് നോർമൽ വെള്ളത്തിന് 100 രൂപ എന്ന് പറയുന്ന കേട്ട് നമ്മൾ ഞെട്ടിമാമ. എന്നിട്ട് അത്താൻ വാങ്ങിത്തരാൻ വില്ലിങ് ആയിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു പോപ്കോണൊന്നും വേണ്ട, നമുക്ക് പുറത്ത് പോയി കഴിക്കാം. പിന്നെ അൺഫെയർ ആയിട്ടുള്ള ചാർജസ് ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം അവിടെ കറങ്ങി നടന്നു. സിനിമയൊക്കെ കഴിഞ്ഞു, നമ്മൾ കറങ്ങി നടന്നു. സിനിമ കണ്ടു, ഇറങ്ങി. നല്ല മൂവിയായിരുന്നു, നല്ല ഫീൽ ഗുഡ് മൂവിയായിരുന്നു. വണ്ടി മാറി ഇവിടെ ഇരിക്കുന്ന വണ്ടിക്ക് പകരം അവിടെ ഇരിക്കുന്ന വണ്ടി പോയി എടുത്തു. കാരണം ഞാനിപ്പം വണ്ടി മോശത്തിന് പോയി അകത്ത് കിടന്നേനെ. അങ്ങനെ ചമ്മിയ ഫേസ് കണ്ടോ ഗൈസ്? അയ്യോ, എനിക്ക് അത്ത ഇപ്പം ഇത് വെച്ച് തരും, വെച്ച് തരുമോ? ചുമ്മാ ഇതൊക്കെ ഇത് ഓഫ് ചെയ്ത നല്ല സ്നേഹമാണ്. ഇത് വെച്ച് തരുമോ? എനിക്ക് പുള്ളി ഇറിറ്റേറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ക്യാമറയും കൊണ്ട് പോകുന്നത് തന്നെ പുള്ളിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. എന്നാലും പാവം എൻ്റെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് കൂടെ നിൽക്കും. എന്നിട്ട് ഇപ്പോൾ ഹെൽമെറ്റ് വെച്ച് തരാൻ വേണ്ടി ഞാൻ പുള്ളിയെ ഇറിറ്റേറ്റ് ചെയ്യും. ഒതുക്കിയിട്ട് വെച്ച് തരാമെന്ന് പറഞ്ഞു. എൻ്റെ ഇറിറ്റേഷൻ കൂടി വരുമ്പോൾ തിരിച്ച് അത്താനും എന്നെ ഇറിറ്റേറ്റ് ചെയ്യും. ഹെൽമെറ്റ് വെച്ചെന്ന വിധം നിങ്ങൾ കണ്ടല്ലോ. ക്ലിപ്പ് നിൻ്റെ അപ്പൂപ്പൻ ഇട്ട് തരുമോ എന്ന് പറഞ്ഞിട്ട് കീറ് ചോദ്യം ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര ഇതാ. അത് കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്ന കാര്യങ്ങൾ നമ്മൾ പാപ്പ തിന്നാൻ വേണ്ടിയിട്ട് ഇവിടെ കഴക്കൂട്ടം ലേ അറേബ്യയിൽ വന്നു. പുള്ളിക്ക് വീണ്ടും ദേഷ്യം വരുമോ ഞാൻ വ്ളോഗെന്ന് പറഞ്ഞ് വീണ്ടും വീഡിയോ എടുക്കുന്നു. കാരണം ഒരുപാട് വ്ളോഗ് ഞാൻ ഇതുപോലെ എടുത്ത് പുറം ലോകം കാണാതെ ഒരുപാട് വ്ളോഗ് ഇപ്പോഴും എൻ്റെ അടുത്ത് ഇരിപ്പുണ്ട് കേസ്. ഒരു വ്ളോഗ് പോലും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല കേസ്. പോലും എനിക്ക് മടിയായതുകൊണ്ട് ഞാൻ ഒന്നും എഡിറ്റ് ചെയ്യാൻ നിൽക്കാറില്ല. അപ്പം ഇതെങ്കിലും എനിക്ക് ഇടണമെന്ന് തോന്നി. അപ്പോൾ ഇപ്പം സ്റ്റാർട്ടറായിട്ടൊരു സൂപ്പ് കൊണ്ടുവന്നു കേസ്. അവിടുത്തെ സ്പെഷ്യലാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു കേസ്. നന്നായിട്ട് ഫുഡ് കഴിച്ചു. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ വീടെത്തി.